ചെറുപുഴ പഞ്ചായത്ത് കോലുവള്ളി ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. മലയോരത്തു നിന്ന് നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയെ അധികൃതർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. NRHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ചികിത്സ തേടിയെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കാത്തതിനാൽ മിക്കപ്പോഴും ചികിത്സ ലഭിക്കാതെ ആളുകൾ മടങ്ങുന്നത് പതിവായതോടെയാണ് മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോലുവള്ളി ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് ശേഷം ഡിസ്പെൻസറി പരിസരത്ത് സംഘടിപ്പിച്ച യോഗം DCC എക്സിക്യൂട്ടീവ് മെമ്പർ KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെറുപുഴ ബ്ലോക്ക് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇന്ന് രാവിലെ അവരുടെ എല്ലാ വീട്ടുജോലിയും അവരുടെ പണികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് കോലുവള്ളി ആശുപത്രിയുടെ മുമ്പിൽ ഇവിടെ സമരമിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് അധികാരികൾ ഇത്തരം ഡിസ്പെൻസറികളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും കാണാനുണ്ട്. അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഡോക്ടർ പോയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ UDFൻ്റെ ഭരണമാണ് കേരള സംസ്ഥാനത്തെങ്കിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴ പഞ്ചായത്തിൻ്റെ അധികാരികളും പത്രസമ്മേളനം വിളിച്ച് UDFൻ്റെ ഭരണമുള്ളത് കൊണ്ടാണ് ഇവിടെ ഡോക്ടർമാരെ കിട്ടാത്തതെന്ന് പറയും. കാരണം ഇന്ന് നിങ്ങൾ പത്രത്തിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. NRHMൻ്റെ ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ? NRHMൽ നിയമിക്കുന്ന ഡോക്ടർമാർക്ക് ശമ്പളം കൊടുത്തതിൻ്റെയോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബില്ലുകളും അതിന് നടത്തേണ്ട ഓഡിറ്റുകളും നടത്താതെ കേന്ദ്രത്തിന് ഫണ്ട് കൊടുക്കാൻ കഴിയില്ല. അത് വേണ്ട വിധത്തിൽ നിർവഹിക്കാതെ സംസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചാലും സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകണം. പഞ്ചായത്തിന് എപ്പോഴും NRHMനെ ആശ്രയിക്കാൻ കഴിയുമോ? പഞ്ചായത്ത് എന്താ ചെയ്യേണ്ടത്? പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇത്തരം അവസ്ഥയിൽ PHCയിൽ മരുന്ന് മേടിക്കേണ്ടതിനും ഡോക്ടർക്ക് കൊടുക്കേണ്ടതൊക്കെ തുക അവർക്ക് മാറ്റിവെക്കാൻ കഴിയും. അങ്ങനെ മാറ്റിവെച്ച് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്. കാരണം നമ്മുടെ സാധാരണക്കാരുടെ സർക്കാർ പഞ്ചായത്ത്. ഈ നാട്ടിൽ എവിടെയൊക്കെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. നമ്മുടെ നാട്ടിലറിയാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ പെരുമഴക്കാലം വരുമ്പോൾ എല്ലാ വീടുകളിലും കഴിഞ്ഞ പഞ്ചായത്തൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 2010 ശ്രീ റോഷി ജോസ് പ്രസിഡന്റായിരുന്ന കാലത്ത്, 2000 ശ്രീ പൈതലേൻ ദാമോദരൻ പ്രസിഡന്റായ കാലത്ത്, അതുപോലെ ജമീല കോളേജ് പ്രസിഡന്റായ കാലത്തൊക്കെ ഇതുപോലെ പിന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലത്ത് എല്ലാ സ്ഥലത്തും മെഡിക്കൽ ക്യാമ്പുകളും. അത് ഹോമിയോയുടെ നേതൃത്വത്തിൽ വെക്കാറുണ്ട്, ആയുർവേദത്തിൻ്റെ നേതൃത്വത്തിൽ വെക്കാറുണ്ട്, പുളിങ്ങോ PHCയുടെ നേതൃത്വത്തിൽ വെക്കാറുണ്ട്. അങ്ങനെ ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്കാണ് പഞ്ചായത്തുകൾ മുമ്പോട്ട് വന്നത്. എന്നാൽ ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ പഞ്ചായത്ത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് യാതൊരു ശ്രദ്ധ ഈ കാര്യത്തിലില്ല. ഞാൻ ചോദിക്കുന്നു, പഞ്ചായത്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ അവരെന്ത് ചെയ്യണം? ജനകീയമായി വിളിച്ചുകൂട്ടണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? തിരുവനന്തപുരം മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ മുരളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മനോജ് വടക്കേൽ, ജോയ്സി ഷാജി, ലളിത ബാബു, K കോമളവല്ലി, ലൈസമ്മ പനയ്ക്കൽ, VV ദാമോദരൻ, VV രവീന്ദ്രൻ, ശ്യാമള ദാമോദരൻ, സജി പൊടിമറ്റത്തിൽ, ഗൗരി ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.